കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മെയ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ ഈ മെയ് മാസം എപ്രകാരം അനുഗ്രഹപ്രദമാക്കി മാറ്റണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ത്രിയേക ദൈവം സന്തോഷിക്കുന്ന പരിശുദ്ധ ജപമാല എപ്രകാരം ചൊല്ലി നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധര്, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധര്, ഈ വിശുദ്ധാത്മാക്കളുടെ ഒക്കെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏത് വിശുദ്ധന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും ആ വിശുദ്ധരുടെ ജീവിതത്തിൽ, ആ വിശുദ്ധന്റെ അല്ല വിശുദ്ധയുടെ ജീവിതത്തിൽ ദൈവ മാതൃഭക്തി നിറഞ്ഞു നിന്നിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വിശുദ്ധരായ മിസ്റ്റർ അന്തോണീസ് പുണ്യാളന്റെ ജീവിതം, മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പുണ്യാളന്റെ ജീവിതം, മിസ്റ്റർ ഡൊമിനിക്കന്റെ ജീവിതം, മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ ജീവിതം, ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോഴും മാതൃഭക്തി നിറഞ്ഞു നിന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവ മാതൃഭക്തിയിൽ നിറഞ്ഞ വ്യക്തികളാണ് വിശുദ്ധിയുടെ പരിമളം ഈ ലോകത്ത് പരത്തിയിരുന്നതെന്ന് ഓരോ വിശുദ്ധരുടെ ജീവിതത്തിൽ അനുഭവ സാക്ഷ്യമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന സത്യമാണ്. അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മ പറയുകയാണ്, മക്കളെ, ഞാനും എൻ്റെ പുത്രനായ ഈശോയും നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഈശോയും പരിശുദ്ധ അമ്മയും അതിയായി സ്നേഹിക്കുന്നു. അമ്മ പറയുന്നു, ഒരു മാതൃഹൃദയത്തിന് ഒരു കുഞ്ഞിനെ തൊട്ടറിയാവുന്നത് പോലെ മറ്റാർക്കും ഒരു കുഞ്ഞിനെ അറിയുവാൻ സാധിക്കില്ല. ഒരു മാതൃഹൃദയത്തിനാണ് തൻ്റെ കുഞ്ഞിനെ തൊട്ടറിയുവാൻ സാധിക്കുന്നത്. അതുപോലെയാണ് പരിശുദ്ധ അമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധമെന്നാണ് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു ക്ഷണക്കത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അമ്മ നൽകിയതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഇപ്രകാരം നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ മാതൃഹൃദയമാണ്, അമ്മയുടെ വിമല ഹൃദയമാണ് നമ്മളെ ഏറ്റെടുക്കുന്നതും പരിചരിക്കുന്നതും പരിപാലിക്കുന്നതും. എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നമ്മൾ ഓരോ വർഷം ചൊല്ലും തോറും നമ്മൾ മെയ് മാസത്തിലായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചതുപോലെയാണോ ഈ മെയ് മാസത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത്? കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ഉണ്ടായിരുന്ന ഭക്തി പോലെയാണോ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ ഭക്തി ഉണ്ടായിരുന്നത്? ഓരോ വർഷം ചൊല്ലും തോറും ദൈവമാതൃഭക്തി അല്പം കൂടി വളരുവാനും
പരിശുദ്ധ അമ്മയെ അല്പം കൂടി സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ മെയ് മാസത്തിൽ നാം പരിശ്രമിക്കണം. ദൈവമാതൃഭക്തിയിൽ നിറഞ്ഞു നിന്ന വിശുദ്ധർ ഈ ലോകത്തിൽ അവരുടെ വിശുദ്ധി പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വിശുദ്ധരെയൊക്കെ നമ്മൾ വണങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് വാങ്ങിത്തരുന്നത്. അവരുടെ ജീവിത വിശുദ്ധിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഈ ജീവിത വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വരുന്നത്, സന്നദ്ധയായി കൂടെ നിൽക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്, പാവമില്ലാത്ത പരിശുദ്ധ അമ്മ. നമ്മ പറയുകയാണ്, ഞാനും എൻ്റെ പുത്രനായ ഈശോയും നിങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും എൻ്റെ പുത്രനായ യേശുവിൻ്റെ അടുത്തെത്തിക്കുവാനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. നിങ്ങളെല്ലാവരെയും എൻ്റെ പുത്രനായ യേശുവിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് അമ്മ വിളിക്കുക, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ എൻ്റെ പുത്രൻ്റെ അടുത്തെത്തിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ്, അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ അമ്മയോട് ചേർന്ന് നമ്മളെപ്പോലെ ചേർന്ന് നിന്ന പലരും ചില തെറ്റിദ്ധാരണകൾ മൂലം, വചനം അറിയാത്തത് മൂലം പരിശുദ്ധ അമ്മയെ വിട്ടുപോയി, കത്തോലിക്ക സഭയെ വിട്ടുപോയ പലരുണ്ട്. ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ചില വ്യക്തികൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സഭയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ചിലപ്പോൾ നമ്മളും സംശയ ദൃഷ്ടിയോടുകൂടി നമ്മുടെ ദൈവമാതൃഭക്തിയെ നോക്കിക്കാണാറുണ്ട്. നമ്മ പറയുകയാണ്, മക്കളെ എൻ്റെ പുത്രൻ്റെ അടുത്ത് നിങ്ങളെ എത്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, എന്നിൽ വിശ്വസിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വിശുദ്ധിയിൽ നിങ്ങൾ പങ്കുകാരാവുക, ഞാൻ നിങ്ങളെ എൻ്റെ പുത്രൻ്റെ അടുത്ത് എത്തിക്കും എന്നുള്ള ഉറപ്പ് പരിശുദ്ധ അമ്മ നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മെയ് മാസത്തിൽ ദൈവമാതൃഭക്തിയിൽ അല്പം കൂടി വളരുവാൻ നമുക്ക് സാധിക്കണം. അടുത്ത വർഷം മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിലൂടെ കടന്നു പോകുവാനൊക്കെ ദൈവം നമ്മളെ അനുവദിച്ചാൽ, ഇതുപോലെ ആയിരിക്കരുത് നമ്മുടെ ദൈവമാതൃഭക്തിയും അമ്മയോടുള്ള സ്നേഹവും. ഇതൊരുപാട് വളർന്നിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, അല്ല ഒരു ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ, ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള നമ്മുടെ കഴിവ് നമ്മൾ വളർത്തും. നമ്മളതിനെ അപ്ഗ്രേഡ് ചെയ്യും, പലതും വായിക്കും, പല സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നുണ്ടോ? നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ ആത്മാവിൽ വളരുവാൻ നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാനയോടും ഈശോയോടുമുള്ള ഭക്തിയിൽ നമ്മൾ വളരുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോടുള്ള ദൈവമാതൃഭക്തി നമ്മൾ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പരിശോധിക്കേണ്ട മാസം കൂടിയാ ഈ മെയ് മാസം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ നിങ്ങളെ യേശുവിന്, എൻ്റെ പുത്രനെ യേശുവിൻ്റെ അടുത്തെത്തിക്കും. അതിനുള്ള അവകാശം എനിക്കുണ്ട് എന്നാണ് അമ്മ പറഞ്ഞു തരുന്നത്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്ത് മക്കളെ പറയാണ്, മക്കളെ അവതരിച്ച വചനത്തിൻ്റെ മാതാവാകുവാൻ പരിശുദ്ധ ത്രിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് രക്ഷകനായി നൽകുകയും ചെയ്ത ഈ അമ്മ ഇന്ന് ദുഃഖിതയാണ്. അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ
ഞാൻ തയ്യാറാണ്, സന്നദ്ധയാണ്. എന്നാൽ എനിക്കൊരു ദുഃഖമുണ്ട്. ഈ അമ്മ ആരാണെന്ന് അമ്മ ആ ദുഃഖത്തിന് മുമ്പ് പറഞ്ഞു തരി. ആരാണ് ഈ അമ്മ? അമ്മ പറയാ, ഞാനൊരു സാധാരണക്കാരിയല്ല. ദൈവവചനത്തെ മാംസം ധരിക്കുവാൻ, ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ അമ്മയായി മാറുവാൻ ത്രിയേക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഞാൻ. എൻ്റെ മകനായ യേശുവിനെ ലോകത്തിന്റെ രക്ഷകനായി കുരിശിൽ സമർപ്പിച്ച സഹനങ്ങളിലൂടെ അവന്റെ സഹനങ്ങളുടെ ഭാഗമായും ജീവിച്ചവളാണ് ഞാൻ. എന്തിനു വേണ്ടിയാണ് യേശു സഹിച്ചത്, മരിച്ചത്? നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. എന്താ പറയാ, ഈ അമ്മ ഇന്ന് ദുഃഖിതയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, എന്തുകൊണ്ടാണ് അമ്മ ഇന്ന് ദുഃഖിക്കുന്നത്? പാപം എന്തെന്നറിയാത്ത, പാപത്തിന്റെ കറ പുരളാത്ത എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലും എൻ്റെ വിമല ഹൃദയത്തിലും ഇന്ന് ഈ ലോകത്തിലെ മക്കളുടെ പാപശരങ്ങൾ അതിക്രൂരമായി തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അമ്മയുടെ വേദന. എൻ്റെ പാപമെന്നറിയാത്ത, പാപമേശാത്ത എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തെയും എൻ്റെ വിമല ഹൃദയത്തെയും നിങ്ങളുടെ പാപശരങ്ങൾ അനുദിനം തുളച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു വേദനയാണ്. എന്നിട്ട് അമ്മ പറയാണ്, നിങ്ങളുടെ ഓരോ പാപം നിങ്ങളിത് ഓർക്കുന്നില്ല. ഇത് എൻ്റെ വിമല ഹൃദയത്തെ, എൻ്റെ ഈശോയുടെ തിരുഹൃദയം നിങ്ങളുടെ ഓരോ പാപങ്ങളും വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പാവവും എൻ്റെ ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്നും എൻ്റെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക. പാപത്തിൻ്റെ സുഖങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളെ വഞ്ചിക്കുന്ന പിശാചിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ പുത്രന്റെ ഹൃദയത്തെ, തിരുഹൃദയത്തെയും എൻ്റെ വിമല ഹൃദയത്തെയും നിങ്ങൾ മുറിപ്പെടുത്തുകയാണ്. അതാണ് എനിക്ക് സഹിക്കാനാവാത്ത ദുഃഖം നൽകുന്നതെന്ന് പരിശുദ്ധ അമ്മ പങ്കുവച്ചു. എന്താ പറഞ്ഞു, എങ്കിലും ജീവന് തുല്യം സ്വന്തം സന്താനങ്ങളെ എന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മക്കളോടും അമ്മ പറയുകയാണ്. കഞ്ചിക്കോട് റാണി ചേച്ചിയോട് അമ്മ സംസാരിച്ചതാണ്. നിങ്ങൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും മക്കളെ, സ്വന്തം മക്കളെ എന്ന പോലെ ജീവന് തുല്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് വേണം അമ്മയുടെ അടുത്ത് ചെല്ലാൻ. സ്വന്തം മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ ഇത്രമാത്രം പാപങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും എൻ്റെ പ്രതിബിംബമാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. അമ്മയെ തന്നെ നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇത്രമാത്രം വേദനിപ്പിച്ച, കാരണം ജീവന് തുല്യം അമ്മ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് അമ്മ പറയുക, നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബമാണ് നിങ്ങളിൽ ഞാൻ കാണുന്നത്. അമ്മയെ തന്നെ നമ്മൾ ഓരോരുത്തരിലും, നിങ്ങളിലും എന്നിലും കാണുവാൻ അമ്മ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങൾ സഹിക്കുമ്പോൾ ഞാനും സഹിക്കുന്നു. നിങ്ങൾ വേദനിക്കുമ്പോൾ ഞാനും വേദനിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എൻ്റെ പ്രതിബിംബം നിങ്ങളിൽ ഞാൻ കാണുന്നു. അപ്പൊ ആത്മീയ തലത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു സഹനമുണ്ടാകുമ്പോൾ നമ്മൾ തനിച്ചല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കൂടെ ഈശോയുണ്ട്, ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. നമ്മൾ പറയും, നിങ്ങൾ സഹിക്കുമ്പോൾ ഞാനും സഹിക്കുന്നു.
കാരണം എന്നെ തന്നെയാണ് നിങ്ങളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ഈശോയും ഞാനും നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏതെങ്കിലും തിക്താനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ നിരാശപ്പെടരുത്. ഈശോ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി സഹിച്ചവൻ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 53-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുലിഖിതങ്ങളിൽ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. ദൈവം അവനെ പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ വീണ്ടെടുക്കുവാൻ എൻ്റെ പുത്രൻ അത്രമാത്രം സഹിച്ചു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചതെന്ന് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ച വചനം കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈശോ കുരിശിലത് കാണിച്ചു തന്നു. അവൻ പറയുക, അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെയും എൻ്റെ വിമല ഹൃദയത്തെയും നിന്റെ പാപശരങ്ങൾ ഇന്നും തുളച്ച് കീറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മക്കളെ, ഞാൻ ദുഃഖിതയാണ്. അവിടെ എൻ്റെ ഈശോ ഇന്ന് വലിയ സഹനത്തിലാണ് നിങ്ങൾ പോലും. അതുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം എന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ സന്ദേശം പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു, നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. ഈ ഒരു ബോധ്യമാണ് ഇന്ന് നമ്മളെല്ലാവരിലും ഉണ്ടാകേണ്ടത്. നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഈശോ ആനന്ദിക്കുന്നു, പരിശുദ്ധ അമ്മയും ആനന്ദിക്കുന്നു. ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണമെന്ന് പറയുക. നന്മ ചെയ്യുന്നതിൽ മാന്യം കൂടാതെ നമ്മൾ നന്മ ചെയ്യണം. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമുക്ക് ആർക്കൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുമോ അവർക്കെല്ലാം നന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുക. നന്മ ചെയ്യുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു, തിന്മ ചെയ്യുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. നമ്മുടെ ഓരോ തിന്മയും ഈശോയും പരിശുദ്ധ അമ്മയും ദുഃഖിപ്പിക്കുന്നുണ്ട്. എൻ്റെ അമ്മ പറയുകയാണ്, ലോകത്തിലുള്ള എല്ലാ പാപികളിലേക്കും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദയ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മക്കളിലേക്ക് ദൈവകരുണ എൻ്റെ വിമല ഹൃദയത്തിലൂടെ ഞാൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണത്. അമ്മ നോക്കുകയാണ്, ഏറ്റവും വലിയ പാപി ആരാണ്? ആരാണ് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്? ആ വ്യക്തിക്ക് വേണ്ടി അമ്മ ദൈവസന്നിധിയിൽ നിരന്തരം നിലവിളിക്കുക, കരുണയ്ക്ക് വേണ്ടി. അതാണ് അമ്മ പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിലെ എല്ലാ പാപികൾക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ ദയ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വ്യക്തിയിലേക്ക് ദൈവ കരുണ ഞാൻ എൻ്റെ വിമല ഹൃദയത്തിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ അത്രമാത്രം നമ്മളെ സ്നേഹിക്കും. നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ
വിമല ഹൃദയത്തിലേക്ക് അമ്മ ദൈവ കരുണ പ്രാർത്ഥിച്ചു വാങ്ങി അത് നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ നമ്മൾ അല്പം കൂടി ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നീ പാപിയാണെങ്കിൽ തളരരുത്, നിരാശപ്പെടരുത്. നിനക്ക് ദൈവത്തിൻ്റെ കരുണ എൻ്റെ വിമല ഹൃദയത്തിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മകനെ, മകളെ, നീ ആ പാപ സാഹചര്യത്തിൽ നിന്നും പുറത്തു വന്ന് സന്തോഷിക്കണം. നീ ദൈവകരുണ ആവോളം സ്വീകരിച്ചുകൊണ്ട് ആ വഴി ഉപേക്ഷിക്കണം, തിരിച്ചു വരണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 19-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും. ഞാൻ പറയുക, മക്കളെ, നിങ്ങൾക്കൊരു 2ാം ജന്മമുണ്ട്. ഈ പാപത്തിൽ നീ മരിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവ കരുണ എൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയിൽ ഞാൻ സ്വീകരിച്ച് വിമല ഹൃദയത്തിലൂടെ നിനക്ക് ഒഴുക്കി തരും. നിനക്ക് ഞാൻ വീണ്ടും ഒരു ജന്മം തരും. വചനം പഠിപ്പിക്കാൻ നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും. ഒരു വീണ്ടും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അമ്മ പറയുകയാണ്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര കഠിന പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച് വീണ്ടും ഉദ്ധിതരാകുവാൻ നമുക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ മറ്റൊരു വലിയ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അമ്മ പറഞ്ഞു തന്നത്. അമ്മ പറഞ്ഞു, ശുദ്ധീകരണത്തിൻ്റെ ഈ നാളുകളിൽ നീ അറിയാതെയാണെങ്കിലും നിന്നെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ അമ്മ പറയും, ഇത് ശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. ശുദ്ധീകരണത്തിന് ഈ നാളുകളിൽ നീ തളർന്നു പോകാതെ, വീണു പോകാതെ ഞാൻ നിന്നെ കൈപിടിച്ച് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അമ്മ സന്ദേശം നൽകിയത്. ശുദ്ധീകരണത്തിന്റെ നാളുകളിൽ ഞാൻ നിന്നെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എത്ര പ്രാവശ്യമാണ് ഞാൻ നിന്നെ കോരിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും വീണു പോകുമ്പോൾ നമ്മളെ കോരിയെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. അമ്മ കൈപിടിച്ച് നമ്മൾ നടത്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ പാവമായിട്ട് സഹകരിക്കുമ്പോൾ പാപസുഖങ്ങൾക്ക് പുറകെ നമ്മൾ വീണു പോവുകയുണ്ട്. അമ്മ പറയുകയാണ്, നീ നോക്കിക്കേ, എത്ര പ്രാവശ്യമാണ് നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, എത്ര പ്രാവശ്യമാണ് നിന്നെ ഞാൻ കൈപിടിച്ച് നിന്നെ വലിച്ച് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, തിന്മയുടെ ബന്ധനങ്ങളിൽ പെട്ടുപോകാതെ. എന്നിട്ട് അമ്മ പറഞ്ഞു, മക്കളെ, 2 കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പലപ്പോഴും വീണു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചു. ഇനി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിന്നെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിന്നിലുണ്ടാകണം. അമ്മ പറയുക, നമ്മളിൽ ഉള്ളത് ദുർഗന്ധമാണ്, പാപത്തിന്റെ ദുർഗന്ധമാണ്. നീ പാപത്തിന്റെ ദുർഗന്ധത്തിൽ കിടക്കുമ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, നീ അറിയുന്നില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. പക്ഷെ നീ ഒന്ന് ചെയ്യണം. നിനക്ക് അതിൽ മുന്നോട്ട് പോകണമെങ്കിൽ നീ ദുർഗന്ധത്തിൽ നിന്നും പുറത്തു വന്ന് നിന്നെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിന്നുണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ പറയുക, നീ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കുവാൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു വിരസതയായി മാറുന്നുണ്ട്, പ്രാർത്ഥന അലസതയായി മാറുന്നുണ്ട്, പ്രാർത്ഥന തീക്ഷ്ണതയില്ലാതെ മാറുന്നുണ്ട്. മാന്യം കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥന ഒരു കടമ കഴിക്കലായി മാറുന്നുണ്ട്. അമ്മ പറയാ, അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഒരേ പാപത്തിൽ വീണ്ടും 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 വീണു പോകുന്നത്. കാരണം നമ്മെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നമ്മളില്ലാത്തത് കൊണ്ട്. ഇത് വലിയൊരു കാര്യമാണ്. ഏത് പാപത്തിൽ നിന്നും, ചേറ്റിൽ നിന്നും, അസ്വസ്ഥതയിൽ നിന്നും, തകർച്ചയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ അമ്മ കൂടെയുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഒരേ കാര്യം ആവശ്യമാണ്, നമ്മുടെ
പാപത്തിന്റെ ദുർഗന്ധം, ഒരു പ്രാർത്ഥനയുടെ സൗരഭ്യം നമ്മൾ കാണണം. പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയൊന്ന് പരിശോധിക്കാം. നമ്മൾ സാധാരണ എത്രമാത്രം പ്രാർത്ഥിക്കാറുണ്ട്? അല്പം വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? 10% നമ്മൾക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ഓഹരി ദശാംശമായി കൊടുക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ സമയത്തിൻ്റെ ദശാംശം കൊടുക്കണം. നമുക്ക് 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ 10% നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്നിച്ച് ഒറ്റയടിക്ക് 2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ സാധിച്ചില്ല. പലപ്പോഴായി നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം. നമ്മൾ എത്ര സമയമാണ് ഒരു പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചെലവഴിക്കുന്നത്, നമ്മൾ അറിയാതെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഈ ലോകത്തിന്റെ ആഘോഷങ്ങൾക്കും എന്റർടൈൻമെന്റ്സിനും നമ്മൾ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്, എൻ്റെ പ്രാർത്ഥനയുടെ സൗരഭ്യമനിൽ നിറയുന്നതിന് വേണ്ടി എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പരിശോധിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. അമ്മ പറഞ്ഞു, നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യത്തിൽ ഉണ്ടാകണം. 2, നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ ഉണ്ടാകണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. ഇതൊരു യുദ്ധമാണ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, ശ്വസിക്കാൻ സാധിക്കില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധിയില്ലാതെ നമുക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സാത്താൻ നമ്മളെല്ലാവരിൽ നിന്ന് വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കില്ല, ദൈവത്തെ കാണാൻ സാധിക്കില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സംസാരത്തിലെ വിശുദ്ധി, ചിന്തയിലെ വിശുദ്ധി, കണ്ണിന്റെ വിശുദ്ധി, ശരീരത്തിന്റെ വിശുദ്ധി, നാവിന്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുന്നത്, നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യവും നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യവും നിങ്ങൾ ഉണ്ടാകണം. അമ്മ പറഞ്ഞു, വിശുദ്ധി എന്ന അമൂല്യ പുണ്യത്തെ ആവേശത്തോടെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ സാത്താൻ പലരിലും വിജയിച്ചു കഴിഞ്ഞു. വിശുദ്ധി എന്ന അമൂല്യ പുണ്യം നമ്മ പറയുന്നേ, അമൂല്യമാണ് വിശുദ്ധി എന്ന പുണ്യം. വിശുദ്ധി എന്ന അമൂല്യ പുണ്യത്തെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ സാത്താൻ പലരിലും വിജയിച്ചു കഴിഞ്ഞു. നമ്മ മക്കളെ, നിങ്ങൾ കുംഭസാരം എന്ന കൂദാശയിൽ നിങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധ കുർബാനയിൽ ദിവികാരുണ്യം സ്വീകരിച്ച് ആത്മീയ തീഷ്ണതയുള്ളവരായി ജ്വലിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വിശുദ്ധിയൊക്കെ സാത്താൻ പലപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. എങ്കിലും തളരരുത്, കുറ്റബോധത്തിലേക്ക് പോകാം. അമ്മ പറയാ, നിങ്ങളെ കുറ്റബോധത്തിൽ കൊണ്ടുപോയിട്ട് നിരാശയിൽ തകർത്തു കളയാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. വിശുദ്ധി നഷ്ടപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓടണം എങ്ങോട്ട്? കുംഭസാരക്കൂട്ടിലേക്ക്. കർത്താവിന്റെ കരുണ അവിടെ സ്വീകരിക്കുക, പാപം അവിടെ കഴുകിക്കളയുക. കുംഭസാരം എന്ന കുദാശയിലൂടെ പരിശുദ്ധ കുർബാനയർപ്പിച്ച് ദിവികാരുണ്യ സ്വീകരണത്തിലൂടെ ആത്മീയ തീഷ്ണതയിൽ വീണ്ടും നീ ജ്വലിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മയുടെ ഈ വിലപ്പെട്ട സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ വീണു പോകുന്നവരാ. വീഴുമ്പോൾ അമ്മ കൂടെയുണ്ടെന്നും അമ്മ താങ്ങി നിർത്തുന്നുണ്ടെന്നും അമ്മയ്ക്ക് താങ്ങി നിർത്തുവാൻ നമ്മുടെ പ്രാർത്ഥനയുടെ സൗരഭ്യവും വിശുദ്ധിയുടെ സൗരഭ്യവും നമുക്ക് ആവശ്യമാണെന്നും, അതുകൊണ്ട് വിശുദ്ധി സാത്താൻ അപഹരിച്ച നിമിഷങ്ങളെല്ലാം കുംഭസാരക്കൂട്ടിൽ കൊണ്ട് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ തീഷ്ണത ജ്വലിക്കുവാനുള്ള പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.